ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നടുവേദനയുണ്ട്, പക്ഷെ ചില ദിവസങ്ങളിൽ വേദന നടുവിൽ മാത്രമായിരിക്കും. മറ്റു ചില ദിവസങ്ങളിൽ അത് നിതംബങ്ങളിലൂടെ തൊടയിലേക്ക് മുട്ടിന് താഴേക്കൊക്കെ വരുന്നുണ്ട്. അത് കാലിലേക്ക് പോലും റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും, ഇത് സാധാരണ നടുവേദന തന്നെയാണോ, ബാക്ക് പെയിൻ ആണോ, അതോ സയാറ്റിക്ക പോലത്തെ പ്രശ്നങ്ങളാണോ? ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. കാരണം കാലിലേക്ക് വേദന ഇറങ്ങി എന്നതുകൊണ്ട് മാത്രം സയാറ്റിക്ക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എനിക്ക് ബാക്ക് പെയിൻ മാത്രമാണ് എന്ന് കരുതി നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസിനെ അവഗണിക്കുന്നതും കണ്ടില്ലെന്ന് വെക്കുന്നതും ശരിയല്ല. അപ്പോൾ സാധാരണ നടുവേദനയും സയാറ്റിക്കയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാം? ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു 5 കാര്യങ്ങളാണ് പറയാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിലിരുന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യുക എന്നതും അല്ല അതിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ നിങ്ങളുടെ പെയിനിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വളരെ നല്ലൊരു ബിഗിനർ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണിത്. അപ്പൊ അത് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോയുടെ എൻഡ് വരെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നമസ്കാരം, ഞാൻ ഡോക്ടർ ശരത് കൃഷ്ണ. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്പൈൻ ഹെൽത്തുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനെ കാണുകയും പഠിപ്പിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആദ്യം ബാക്ക് പെയിനും സയാറ്റിക്കയും ഒരേ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ വേദന പലപ്പോഴും ലോവർ ബാക്കിന്റെ ചുറ്റിലുമായിരിക്കും. മസിൽസ്, ജോയിന്റ്സ്, ലിഗമെന്റ്സ്, അതുപോലെ തന്നെ മൂവ്മെന്റ് പാറ്റേൺ, പല ഘടകങ്ങൾക്കും പങ്കുണ്ടാക്കാം, പ്രാധാന്യമുണ്ടാകാം. നിങ്ങൾ കുനിയുമ്പോൾ ചിലപ്പോൾ ആ വേദന കൂടാം, ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ആ വേദന കൂടാം, ചിലപ്പോൾ നടക്കുമ്പോൾ കൂടാം. അതുകൊണ്ട് ബാക്ക് പെയിൻ ആണെങ്കിൽ റെസ്റ്റ് ചെയ്താൽ മാറും എന്നൊരു കണ്ടീഷനോ റൂളൊന്നും ഇല്ല. ഓരോരുത്തരുടെയും പാറ്റേൺ വ്യത്യസ്തമാണ്. പക്ഷെ സയാറ്റിക്കയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് വേദനയുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ലോവർ ബാക്കിൽ നിന്ന് നിതംബത്തിലേക്ക്, കാലിന്റെ ഒരു ഭാഗത്തേക്ക് പലപ്പോഴും മുട്ടിന് താഴേക്കും കാലിലേക്കും വേദന, ബേണിംഗ് സെൻസേഷൻ, ടിംഗ്ലിങ്, അതുപോലെ തന്നെ നംനെസ് പോലുള്ള നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ്, ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയും പോവുകയും ചെയ്യുന്നുണ്ടാവും. ഇവിടെ നെർവിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ഓർത്ത് വെക്കാം. ഒന്ന്, ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ ലോവർ ബാക്കിലായിരിക്കും അത് പ്രിഡോമിനന്റ് ആയിട്ട് കാണിക്കുക. സയാറ്റിക്കയില് നടുവേദനയ്ക്കൊപ്പം ബാക്ക് പെയിനോടൊപ്പം തന്നെ കാലുകളിലേക്ക് പോകുന്ന നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കൂടുതലായിട്ട് കാണിക്കും. അതായിരിക്കും പ്രധാനമായിട്ട് കാണിക്കുക. പക്ഷെ ഇത് മാത്രം വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ചോദ്യം നമ്മൾ നോട്ട് ചെയ്യപ്പെടേണ്ടത്. നിങ്ങളുടെ പെയിൻ എവിടെയാണ്? നടുവിൽ മാത്രമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ നിതംബത്തിലൂടെ കാലിലേക്കും പോകുന്നുണ്ടോ? നിങ്ങളുടെ ആൻസർ ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒന്ന്, വേദന എവിടേക്ക് പോകുന്നു? ഒന്നാമത്തേത് അതാണ്. അപ്പൊ വേദന എവിടേക്കാണ് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ, നടുവിൽ മാത്രമാണെങ്കിൽ അത് സാധാരണ ഒരു ബാക്ക് പെയിന്റെ പാറ്റേൺ ആയിട്ട് കാണാം. പക്ഷേ നിതംബത്തിൽ നിന്ന് കാലിലേക്ക് ഒരു പ്രത്യേക വഴികളിലൂടെ പോകുന്ന പെയിൻ, പ്രത്യേകിച്ച് മുട്ടിന് താഴേക്ക്, അതിനൊപ്പം തന്നെ നെർവ്, അത് ടൈപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ടെങ്കിൽ സയാറ്റിക്ക സംശയിക്കാൻ നമുക്ക് കാരണമുണ്ട്. പക്ഷെ വീണ്ടും പറയുകയാണ്, ലൊക്കേഷൻ മാത്രം അല്ല ഇവിടുത്തെ ഡയഗ്നോസിസ് ആയിട്ട് വരിക. രണ്ടാമത്തേത് വേദനയുടെ സ്വഭാവം. പിടിച്ചു വലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കട്ട പിടിച്ചതുപോലെ, അല്ലെങ്കിൽ ഭാരം വെച്ച് അമർത്തുന്നത് പോലെ, ഇത്തരം പല ബാക്ക് പെയിൻ കണ്ടീഷൻസിലും കാണാൻ പറ്റും നമുക്ക്. പക്ഷെ കറണ്ട് അടിക്കുന്നത് പോലെ, സൂചി കൊണ്ട് കുത്തുന്നത് പോലെ, കത്തുന്നത് പോലെ, തരിപ്പ് കയറുക, മരവിപ്പുണ്ടാകുക, ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പെയിൻ സത്യത്തിൽ ഏത് കാറ്റഗറിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പിടിച്ചു വലിക്കുന്നതാണോ, കത്തുന്നതാണോ, കറണ്ട് അടിക്കുന്നത് പോലത്തെയാണോ, മരവിപ്പാണോ? അതിന്റെ കാരണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത് നിങ്ങളുടെ പെയിൻ പാറ്റേണിനെ മനസ്സിലാക്കാൻ നിങ്ങളെ തന്നെ സഹായിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പെയിൻ മാത്രമാണോ, അല്ലെങ്കിൽ കാലിന് മരവിപ്പുണ്ടോ, തരിപ്പുണ്ടോ, സെൻസേഷൻ കുറയുന്നുണ്ടോ? അതിലും പ്രധാനമായി നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, കാലിന് ബലക്കുറവ് തോന്നുന്നുണ്ടോ? ഉദാഹരണത്തിന് പടികൾ കയറുമ്പോൾ ഒരു കാലിന് സ്ട്രെങ്ത് കുറവായിട്ട് തോന്നുക, കാല് ഉയർത്താൻ ബുദ്ധിമുട്ട് തോന്നുക, നടക്കുമ്പോൾ നമ്മൾ ഒരു കാലിനെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ തോന്നുക. ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് വെറും സാധാരണ നടുവേദന എന്ന് നമുക്ക് കരുതി അവഗണിക്കാതിരിക്കുക. ഇവിടെ എല്ലാം ശരിക്കും നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽ അസസ്മെന്റ് വളരെ വളരെ അത്യാവശ്യമാണ്. ഇനി നാലാമത്തെ കാര്യം, ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രെയിൻ എടുക്കുമ്പോൾ നടുവിൽ നിന്ന് കാലിലേക്ക് പെയിൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നെർവ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ
സ്പൈനൽ സ്ട്രക്ചേഴ്സിലുള്ള പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ഇതും ഒറ്റയ്ക്ക് സയാറ്റിക്ക ഉണ്ടെന്ന് തെളിയിക്കുന്ന ടെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതൊരു സിംറ്റം മാത്രം നോക്കി നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ സാധിക്കത്തുമില്ല. ഇനി അഞ്ചാമത്തെ കാര്യം, പെയിൻ എങ്ങനെ മാറുന്നു എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇരിക്കുമ്പോൾ കൂടുന്നുണ്ടോ, നടക്കുമ്പോൾ കൂടുന്നുണ്ടോ, കുനിയുമ്പോൾ കൂടുന്നുണ്ടോ, നിവർന്ന് നിൽക്കുമ്പോൾ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ നടക്കുമ്പോൾ കുറയുകയും റെസ്റ്റ് എടുത്താൽ കുറയുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണോ? ഇവയെല്ലാം ശരിക്ക് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡോക്ടറോട് പറയുമ്പോൾ വളരെ വളരെ യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് ആയിട്ട് മാറുകയും ഡയഗ്നോസിസ് വളരെ എളുപ്പമാവുകയും ചെയ്യും. കാരണം പെയിൻ എവിടെയാണ് എന്നതിനേക്കാൾ എപ്പോൾ കൂടുന്നു, എപ്പോൾ കുറയുന്നു എന്നതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാണിംഗ്, അല്ലെങ്കിൽ ഈ ഒരു 5 കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഈ ഒരു 4 സിംറ്റംസും എനിക്കുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സയാറ്റിക്കയാണ്, ഉറപ്പാണ് എന്ന് സ്വയം തീരുമാനിക്കരുത്. കാരണം കാലുവേദന ഉണ്ടാക്കുന്ന പല കാരണങ്ങളുണ്ട്. ഉദാഹരണം, ഹിപ്പ് ജോയിന്റ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, സാക്രോ ഇലിയാക് ജോയിന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം, പെരിഫറൽ നെർവുമായി ബന്ധപ്പെടുന്ന പ്രോബ്ലംസ് ഉണ്ടാവാം, ഇനി മറ്റു ചിലപ്പോൾ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസും ഉണ്ടാവാം. ഇവയെല്ലാം തന്നെ കാലിലേക്ക് പെയിനിനെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പെയിനിന്റെ പാറ്റേൺ നമ്മളെ കൃത്യമായിട്ടുള്ള ഡിറക്ഷൻ കാണിക്കാൻ, ആ പെയിനിന്റെ പാറ്റേൺ നോട്ട് ചെയ്താൽ നമ്മളെ കൃത്യമായ ഡിറക്ഷൻ കാണിക്കും. ഡയഗ്നോസിസ് ചെയ്യുന്നത് ക്ലിനിക്കൽ അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു ഇവിടെയാണ് ഒരു അടുത്ത കൺഫ്യൂഷൻ ഉണ്ടാവുക. ഞാൻ MRI എടുത്തു, ഓക്കെ, MRI എടുത്തു, റിപ്പോർട്ടിൽ ഡിസ്ക് ബൾജ് എന്നാണ് കാണുക, അല്ലെങ്കിൽ ഡിസ്കിന്റെ പ്രൊട്രൂഷൻ എന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്ന് കാണിക്കുന്നുണ്ട് എന്നൊക്കെ ആ റിപ്പോർട്ടിൽ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് സയാറ്റിക്കയാണ്, എനിക്ക് സ്പൈനിന്റെ ഡാമേജ് ആയി, എനിക്ക് സർജറി വേണം എന്നൊക്കെ പല ആൾക്കാരും അൺവാണ്ടഡ്ലി പേടിക്കാറുണ്ട്. പക്ഷെ MRIയിൽ കാണുന്ന മാറ്റം അത് നിങ്ങളുടെ പെയിനിന്റെ കാരണം തന്നെയാണെന്ന് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റില്ല. കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് നട്ടെല്ലിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ MRI റിപ്പോർട്ടിനെയും നിങ്ങളുടെ സിംറ്റത്തിനെയും ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനെയും ഒരുമിച്ച് നോക്കണം. ഓക്കെ, റിപ്പോർട്ടിനെ മാത്രമായിട്ട് നമുക്ക് ചികിത്സിക്കാനോ അല്ലെങ്കിൽ അതാണ് വലുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പേഷ്യന്റിനെ മനസ്സിലാക്കി വേണം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചികിത്സിക്കാനായിട്ട്. ഇനി നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, സയാറ്റിക്കയാണോ സാധാരണ നടുവേദനയാണോ എന്ന് അറിഞ്ഞിട്ട് എനിക്ക് എന്ത് പ്രയോജനം? വളരെ പ്രയോജനമുണ്ട്. കാരണം എല്ലാ നടുവേദനയ്ക്കും ഒരേപോലത്തെ എക്സസൈസ് അല്ല വേണ്ടത്, എല്ലാ കാലുവേദനയ്ക്കും ഒരേപോലത്തെ ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്. ഒരു വ്യക്തിക്ക് അവനെ സഹായിക്കുന്ന തരത്തിലുള്ള മൂവ്മെന്റുകൾ മറ്റൊരാൾക്ക് ചിലപ്പോൾ പെയിനെ കൂട്ടാം. ഓക്കെ, അതുകൊണ്ട് നമുക്കിപ്പോൾ യൂട്യൂബിൽ കുറച്ച് എക്സസൈസ് കണ്ടു, ഇത് സയാറ്റിക്കയുമായി ബന്ധപ്പെട്ട എക്സസൈസ് ആണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചെയ്യുന്ന സമീപനം ഒരിക്കലും ശരിയല്ല. ആദ്യം നമ്മൾ നമ്മളുടെ പെയിനിന്റെ പാറ്റേണിനെ മനസ്സിലാക്കണം. നിങ്ങളുടെ പെയിനിന്റെ പാറ്റേണിനെ മനസ്സിലാക്കണം. പിന്നെ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ മൂവ്മെന്റ്, അതുപോലെ തന്നെ എക്സസൈസ്, ലൈഫ് സ്റ്റൈല്, ഇതിലെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനും ചികിത്സ എന്നിവ തിരഞ്ഞെടുക്കാനും. ഇനി ആയുർവേദത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, ആയുർവേദത്തിലും ഈ പറയുന്ന വേദനയുടെ സ്ഥലം മാത്രം നോക്കി ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്ന രീതി അല്ല അവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ വേദനയുടെ സ്വഭാവം, മൂവ്മെന്റ്, സ്റ്റിഫ്നെസ്, ശരീരത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, ഇവയെല്ലാം നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് അപ്രോച്ച് തീരുമാനിക്കുന്നത്. സയാറ്റിക്കയോട് സാമ്യമുള്ള ഗ്രിദ്രസി എന്ന ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ ആയുർവേദത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഒരു മോഡേൺ ഡയഗ്നോസിസിൽ ഒരു ആയുർവേദിക് ടേമിനോട് സിംപിളി ഈക്വൽ സൈൻ ഇടുന്നത് ശരിയാവില്ല. കാരണം കുറച്ചുകൂടെ ഡെപ്തിലാണ് ഓരോ വിഷയങ്ങളും സംസാരിക്കുന്നത്. രോഗിയെ നോക്കിയാണ് ഇവിടെ അസസ്മെന്റ് നടക്കുക. അതിനനുസരിച്ച് നോക്കിയാൽ ആയുർവേദ ബേസ്ഡ് ഓൺ മാനേജ്മെന്റ്, യോഗ, മൂവ്മെന്റ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ തിരഞ്ഞെടുക്കേണ്ടത് ശരിക്കും അദ്ദേഹത്തിന്റെ പ്രകൃതിയും ആ രോഗാവസ്ഥയും കണ്ടീഷൻസും നോക്കി തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ബാക്ക് പെയിനോടൊപ്പം തന്നെ കാലില് പ്രോഗ്രസീവ് ആയിട്ടുള്ള വീക്ക്നെസ് ഉണ്ടാവുന്നുണ്ട്, ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് എങ്കിൽ, രണ്ട് കാലുകളിലും പുതിയതായിട്ട് നംനെസ് അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മൂത്രം അല്ലെങ്കിൽ മലമൂത്ര നിയന്ത്രണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അൺകൺട്രോളബിലിറ്റി വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാഡിൽ ഏരിയയിൽ ഒരു സെൻസേഷൻ ഒക്കെ കുറയുന്നുവെങ്കിൽ
ഇത് വീട്ടിൽ ചെയ്തു നോക്കാനുള്ള വീട്ടിൽ ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു സമയമല്ല. അവിടെ ശരിക്കും അർജന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ അസസ്മെന്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം. ഒരു കാര്യം ഞാൻ ഒന്ന് ഓർക്കാം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, നടുവേദന വന്നു കഴിഞ്ഞാൽ ഇത് ഡിസ്കിന്റെ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ കാലിലേക്ക് വേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് സയാറ്റിക്കയാണ് എന്ന് നമ്മൾ ഉടനെ ഇതിനൊരു ലേബൽ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശരീരം ഒരു 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 MRI റിപ്പോർട്ടും അല്ല, അതൊരു ശരിക്കൊരു കഥ പോലെയാണ്. എവിടെയാണ് വേദന ഉണ്ടാവുന്നത്, എങ്ങനെയാണ് വേദന വരുന്നത്, അത് എപ്പോഴാണ് കൂടുന്നത്, ഇത് എപ്പോഴാണ് കുറയുന്നത്, മരവിപ്പുണ്ടാവുന്നുണ്ടോ, ബലക്കുറവ് ഉണ്ടാവുന്നുണ്ടോ, ഈ വിഷയങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ കഥകൾ മുഴുവൻ കേട്ടതിന് ശേഷമാണ് നമുക്ക് ശരിയായ ഡിറക്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പെയിനിന് ഒരു പേര് കൊടുക്കുന്നതിന് മുൻപ്, ഓക്കെ, ആ പെയിനിന് ഒരു പേര് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പെയിനിനെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പൊ താഴെ കമന്റ് ബോക്സിൽ 2 കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, നിങ്ങളുടെ പെയിൻ എവിടെ വരെയാണ് പോകുന്നത്. ഇപ്പോൾ നടുവിന് മാത്രമാണോ വേദന ഉള്ളത്, നിതംബത്തിലാണോ, തൊടയിലാണോ, മുട്ടിന് താഴെയാണോ, ഇനി കാലിലേക്ക് എത്തുകയാണെങ്കിൽ അവിടേക്ക് എത്തുന്നുണ്ടോ എഴുതുക. 2, നംനെസ് അല്ലെങ്കിൽ ടിംഗ്ലിംഗ് ഉണ്ടാവുന്നുണ്ടോ. യെസോ നോയോ, കോമ ഇടുക, യെസ് ഓർ നോ ഇടുക. ഇത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് അല്ല, പക്ഷെ നിങ്ങളുടെ ഓൺ പെയിൻ പാറ്റേൺ ശ്രദ്ധിക്കാൻ, മനസ്സിലാക്കാനുള്ള ഒരു നല്ല സ്റ്റാർട്ടിങ് ബിഗിനിങ് സ്റ്റേജ് ആണിത്. ഈ വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും നടുവേദന അനുഭവിക്കുന്ന, അല്ലെങ്കിൽ സയാറ്റിക്കയോ അതോ സാധാരണ ബാക്ക് പെയിൻ ഒക്കെ ആണോ എന്ന് കൺഫ്യൂസ്ഡ് ആയ ഒരു വ്യക്തിക്ക്, ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്ക് ബൾജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം. അത് കാണാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സംശയങ്ങൾ, ഡൗട്ടുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.